വാക്യകാരം വരരുചിം ഭാഷ്യകാരം പതഞ്ജലിം പാണിനിം സൂത്രകാരം ച പ്രണതോസ്മി മുനിത്രയം. ഭാരതത്തിൽ ഭാഷാപരമായി വ്യാകരണപരമായി എന്ത് കാര്യം ചെയ്യാൻ പോകുമ്പോഴും പാണിനി, പതഞ്ജലി, കാത്യായൻ എന്നീ മൂന്ന് മുനിമാരെ, മുനിത്രയമെന്നാണ് അവരെക്കുറിച്ച് പറയുന്നത്, സ്മരിക്കുന്നത് പതിവാണ്. പാണിനി സൂത്രകാരനാണ്. സൂത്രം എന്നാൽ അല്പാക്ഷരമസന്ദിഗ്ധം സാരവത് വിശ്വതോമുഖം അസ്തോഭം അനവദ്യം ച സൂത്രം സൂത്രവിദോ വിദു എന്നാണ് അതിൻ്റെ ലക്ഷണം. വാർത്തികകാരൻ ആണ് കാത്യായനൻ. അദ്ദേഹത്തിൻ്റെ വാർത്തികത്തിൻ്റെ ശൈലിയെക്കുറിച്ച് പറയുന്ന ശ്ലോകം ഇങ്ങനെയാണ്: ഉക്താനുക്തദുരുക്താനാം ചിന്തായത്ര പ്രവർത്തത്തെ തദ്ഗ്രന്ഥം വാർത്തികം പ്രാഹു വാർത്തികജ്ഞാമനീഷിണഃ. ഈ വാർത്തികത്തിനെ അടിസ്ഥാനപ്പെടുത്തി പിൽക്കാലത്ത് ആദിശേഷന്റെ അവതാരമായ സാക്ഷാൽ പതഞ്ജലി മഹർഷി രചിച്ചതാണ് മഹാഭാഷ്യം. ആ മഹാഭാഷ്യത്തിൻ്റെ ലക്ഷണം സൂത്രാർത്ഥോ വർണ്യതേയത്ര പദൈ വർണ്ണാനുസാരിഭിഃ സ്വപദാനി ച വർണ്യന്തേ ഭാഷ്യം ഭാഷ്യവിദോ വിദുഃ. ഇങ്ങനെ ഈ മൂന്ന് ആചാര്യന്മാരെയും ഒന്നിച്ച് മുനിത്രയം എന്നാണ് പറയുന്നത്. ഈ മുനിത്രയം വ്യാകരണത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ളവരും ലൗകികവും വൈദികവുമായ ഭാഷയ്ക്ക് നിയമങ്ങൾ രചിച്ചിട്ടുള്ളവരുമാണ്. ഭാഷ എല്ലാ തരത്തിലുള്ള അറിവിൻ്റെയും സംരക്ഷണത്തിനും ആ അറിവിനെ വിനിമയം ചെയ്യുന്നതിനും ആ അറിവിനെ സംഭരിച്ചു വെക്കുന്നതിനുമെല്ലാം ഭാഷ ആവശ്യമാണ്. അങ്ങനെ അറിവിൻ്റെ ആകരം എന്നാണല്ലോ വേദത്തിനെ കണക്കാക്കുന്നത്. ഈ വേദം ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, ഇങ്ങനെ 4 ഈ വേദത്തിലേക്ക് കടക്കാൻ 6 അംഗങ്ങളുണ്ട്. ശിക്ഷ, കൽപ്പ, നിരുക്ത, വ്യാകരണം, ജ്യോതിഷം, ഛന്ദസ്. ഈ 6 വിഷയങ്ങൾ പഠിച്ചിട്ടാണ് വേദത്തിലേക്ക് പ്രവേശിക്കുന്നത്. 6 അംഗങ്ങളിൽ വെച്ച് ഏറ്റവും പ്രമുഖം വ്യാകരണമാണ്. അതുകൊണ്ടൊരു ചൊല്ലുണ്ട്: മുഖം വ്യാകരണം തസ്യ. ഈ വേദപുരുഷന്റെ മുഖസ്ഥാനത്താണ് വ്യാകരണത്തിൻ്റെ സ്ഥാനം. ഇങ്ങനെയുള്ളതായ വ്യാകരണം ദീർഘകാലം പാണിനിയുടെയും കാത്യായനൻ്റെയും പതഞ്ജലിയുടെയും ശൈലിയിലൂടെ പരന്നൊഴുകുകയും പിന്നീട് സംസ്കൃതം കുറച്ചെങ്കിലും പഠിച്ചിട്ടുള്ള ആളുകൾ പരിചയപ്പെട്ടിട്ടുള്ള പ്രക്രിയ രീതിയിലുള്ള വ്യാകരണ സിദ്ധാന്ത കൗമുദി എന്നൊരു ഗ്രന്ഥം പഠിച്ചിട്ടുണ്ട്. ഭട്ടോജി ദീക്ഷിതരാണ് അതിൻ്റെ കർത്താവ്. അതിൻ്റെ പ്രത്യേകത ശബ്ദങ്ങളെ നിഷ്പാദനം ചെയ്യുന്നതിനും ശബ്ദത്തെ വിശ്ലേഷണം ചെയ്യുന്നതിനുമാണ്. ഒരു ധാതുവിൽ നിന്നും പദങ്ങൾ ഉണ്ടാകുന്ന രീതി, അല്ലെങ്കിൽ ഒരു പ്രാതിപതികത്തിൽ നിന്നും പദം ഉണ്ടാകുന്നതിനെയാണ് പ്രക്രിയ എന്ന് പറയുന്നത്, നിഷ്പാദനമെന്നും പറയുന്നത്. ഉണ്ടായ ശബ്ദത്തിനെ അതിൻ്റെ ധാതു, ലകാര, പുരുഷ വചനം എന്ന രീതിയിലോ അന്തലിംഗ വിഭക്തി വചനം എന്ന രീതിയിൽ വിശ്ലേഷണം ചെയ്യുന്നതിനാണ് വിശ്ലേഷണം എന്ന് പറയുന്നത്. ഇങ്ങനെ പദത്തെ നിത്യജീവിതത്തിൽ വരുന്ന വളരെ പ്രസിദ്ധമായ ശബ്ദങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിൽ സൂത്രങ്ങളെ വിന്യസിച്ചുകൊണ്ട് വന്നതാണ് കൗമുദി പ്രസ്ഥാനം. ഈ കൗമുദി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് രാമചന്ദ്രൻ എന്ന ഒരു ആചാര്യനാണ്. അദ്ദേഹത്തിൻ്റെ കൃതിയുടെ പേരാണ് പ്രക്രിയ കൗമുദി. പക്ഷെ എല്ലാവർക്കും പരിചയമുള്ളൊരു കൃതിയുണ്ട്, ലഘുസിദ്ധാന്ത കൗമുദി.
വ്യാകരണ സിദ്ധാന്ത കൗമുദിയെ വളരെ ലഘൂകരിച്ച് വരദരാജൻ എന്ന് പറയുന്ന ഒരു ആചാര്യൻ എഴുതിയത്. സംസ്കൃതം കുറച്ചെങ്കിലും പഠിച്ചിട്ടുള്ള എല്ലാവരും പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ കേട്ടിട്ടുള്ള ഒരു കൃതിയാണിത്. ഇങ്ങനെ ലഘുസിദ്ധാന്ത കൗമുദിയിലൂടെയാണ് സംസ്കൃത ഭാഷയുടേതായ നിയമങ്ങൾ ഒട്ടുമിക്ക ആളുകളും പഠിച്ചിട്ടുള്ളത്. ഇതേ ശൈലിയിൽ, എന്നാൽ കൗമുദിയുടെ ശൈലിയിൽ ആണ് പിൽക്കാലത്ത് വന്നുള്ളതായ കാതന്ത്ര, ചാന്ദ്ര, ജൈനേന്ദ്ര, ശാകടായന, ഭോജ, ഹൈമ, സംക്ഷിപ്തസാര, സാരസ്വത, മുഗ്ധബോധ, സുപാത്മ, ഹരിനാമാമൃത വ്യാകരണം തുടങ്ങിയിട്ടുള്ളതായ വ്യാകരണ സമ്പ്രദായങ്ങൾ ഉടലെടുത്തത്. കേരളത്തിൽ പ്രക്രിയാ സർവസ്വം എന്ന് ഒരു പേരിൽ ഒരു ഗ്രന്ഥമെഴുതിയ സാക്ഷാൽ നാരായണ ഭട്ടതിരിയുടെ കൃതി ഇതേ രീതിയിലുള്ളതാണ്. എന്നാൽ മലയാളിക്ക് ഈ ഗ്രന്ഥത്തെ പരിചയപ്പെടുത്തുന്നത് കൈക്കുളങ്ങര രാമവാര്യർ അദ്ദേഹത്തിൻ്റെ പദസംസ്കാര ചന്ദ്രിക മലയാളത്തിലാക്കിയ കൗമുദിയാണ്. അതിനുശേഷം കുറെ കൂടി ജനകീയമായി വരുന്നത് പാണിനീയ പ്രദ്യോതം എന്ന പേരിൽ IC ചാക്കോ എഴുതിയ ഒരു ഗ്രന്ഥം. അദ്ദേഹം നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ ഉദാഹരണങ്ങൾ സഹിതമാണ് ആ ഗ്രന്ഥം പ്രതിപാദിക്കുന്നത്. അതോടൊപ്പം ഫാദർ ജോൺ കുന്നപ്പള്ളി അദ്ദേഹം എഴുതിയ പ്രക്രിയാഭാഷ്യം, അതും സംസ്കൃത വ്യാകരണത്തെ മലയാളിക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. ഇങ്ങനെ വ്യാകരണ ശാസ്ത്രത്തെ പല രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ സംസ്കൃത ഭാഷ സംഭാഷണം ചെയ്യുന്ന ഒരു വലിയ വിഭാഗം വളർന്നു വന്നപ്പോൾ സംസ്കൃതത്തിൽ എഴുതാനും സംസ്കൃതത്തിൽ സംസാരിക്കാനും തുടങ്ങിയപ്പോൾ ധാരാളം സന്ദേഹങ്ങൾ വരാൻ തുടങ്ങി. വളരെ പരിചിതമായ ശബ്ദങ്ങൾ ഉപയോഗിക്കുമ്പോൾ പോലും സന്ദേഹങ്ങൾ വരാൻ തുടങ്ങി. ഈ സമയത്ത് വ്യാകരണത്തെ വളരെ ലളിതമായി അവതരിപ്പിച്ചുകൊണ്ട് വിദ്വാൻ G. മഹാബലേശ്വര ഭട്ട് അദ്ദേഹത്തിൻ്റെ സന്ധി, സമാസ, കാരകം എന്നിങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ വളരെ ചെറിയ ഗ്രന്ഥങ്ങളാണ്. എന്നാൽ കൗമുദിയിലെ വിഷയങ്ങളുടെ ആ അന്തസത്ത ചോരാത്ത രീതിയിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയിലുടനീളം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും വളരെ പ്രസിദ്ധി ആർജിച്ച ഈ ഗ്രന്ഥങ്ങൾ അതുപയോഗിച്ച് സംസ്കൃത വ്യാകരണം പഠിച്ചിട്ടുള്ള ആളുകളുടെ സംഖ്യ വളരെയാണ്. ഇതിനു മുമ്പ് തന്നെ മഹാപണ്ഡിതനായ ചാരുദേവ ശാസ്ത്രികൾ വാഗ്വ്യവഹാരാദർശം എന്ന് പറഞ്ഞ പേരിൽ ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ഇതുപോലെ വ്യവഹാരത്തിൽ വരുന്ന ഭാഷയുടെ ശുദ്ധാശുദ്ധങ്ങളെക്കുറിച്ച് ആണ് അതിലെ പ്രതിപാദ്യം. ഇതോടൊപ്പം വിദ്വാൻ ജനാർദ്ദന ഹെഗ്ഡെ അദ്ദേഹം സംഭാഷണ സന്ദേശം എന്ന സംസ്കൃത മാസികയിൽ കൈകാര്യം ചെയ്തിരുന്ന ഭാഷാപാകഃ എന്ന് പറയുന്ന ഒരു പംക്തി, അതിലെ വിഷയങ്ങളെല്ലാം സംഗ്രഹിച്ചുകൊണ്ട് പിൽക്കാലത്ത് ശുദ്ധി കൗമുദി ഭാഷാപാകഃ എന്ന പേരിൽ 1-2 പുസ്തകങ്ങൾ ഇറക്കിയിരുന്നു. ഇത് സാധാരണ വ്യാകരണം പഠിക്കാത്ത ആളുകൾക്ക് കൂടി വളരെ സുഗ്രാഹ്യമായ രീതിയിൽ മനസ്സിലാക്കുന്നു എന്ന് മാത്രമല്ല, അതിൻ്റെ ഒരു പ്രായോഗിക തലത്തെ പരിചയപ്പെടുത്തുന്നു എന്നതുകൊണ്ട് ഒട്ടേറെ പേർ ഈ പുസ്തകത്തെ ആശ്രയിച്ചുകൊണ്ട് വ്യാകരണവും സംസ്കൃതവും മറ്റു കാര്യങ്ങളെല്ലാം പഠിക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഇത്രയും പറഞ്ഞത് വ്യവഹാര കൗമുദി എന്ന പേരിൽ ഒരു പരമ്പര ആരംഭിക്കുകയാണ്. നമുക്ക് വളരെ പരിചിതമായ ഒട്ടേറെ വിഷയങ്ങളിൽ ധാരാളം സംശയങ്ങൾ വരാറുണ്ട്. ആ സംശയങ്ങൾ എന്താണ്, അതെങ്ങനെ പരിഹരിക്കാം, അത് സംബന്ധിച്ച് ശാസ്ത്രീയമായ വിശകലനം എന്താണെന്ന് വളരെ സംക്ഷിപ്തമായി അവതരിപ്പിക്കുന്ന ഈ പരിപാടിക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ആമുഖം പറഞ്ഞത്. ധാരാളം ലേഖനദോഷങ്ങൾ ലിംഗത്തെ സംബന്ധിച്ച്, വിഭക്തിയെ സംബന്ധിച്ച്, അവയവങ്ങളെ സംബന്ധിച്ച്
ക്വാന്ത ല്യബന്ധ പ്രയോഗങ്ങളെ സംബന്ധിച്ച്, സന്ധി, സമാസം, കാരകം, കൃത്ത്, തദ്ധിതൻ, സ്ത്രീപ്രത്യം തുടങ്ങിയ വിഷയങ്ങളെ സംബന്ധിച്ച് നിരവധി സംശയങ്ങൾ ദൂരീകരിക്കുന്ന രീതിയിലാണ് ഈ പംക്തി ഇവിടെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം പ്രാദേശിക ഭാഷയിൽ പ്രസിദ്ധമായ ധാരാളം സംസ്കൃത ശബ്ദങ്ങളുണ്ട്. ഉദാഹരണം: ഉപദേശഃ, ഉപദേശം, ത്യാഗം, ആക്ഷേപം, നിക്ഷേപം, ആദേശം, സങ്കോചം, ശ്വാസം, സ്പർശം, ഉത്സാഹം, സന്തോഷം, ഖേദം തുടങ്ങിയതായ ശബ്ദങ്ങൾ മലയാളത്തിൽ സാധാരണ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നതാണ്. മലയാള ഭാഷ മറ്റ് ഇന്ത്യൻ ഭാഷകളെ അപേക്ഷിച്ച് സംസ്കൃതത്തിൻ്റെ സാന്നിധ്യം വളരെയേറെ ഉള്ളതാണ്. ഏതാണ്ട് 65% കൂടുതൽ സംസ്കൃത പദാവലികളാൽ സമ്പന്നമായൊരു ഭാഷയാണ് മലയാളം. ഈ മലയാളം നമുക്ക് അതുകൊണ്ട് തന്നെ വലിയ അനുഗ്രഹമാണ്. പക്ഷേ പ്രയോഗത്തിൽ വരുമ്പോൾ ഇതുകൊണ്ട് ധാരാളം സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. നേരത്തെ സൂചിപ്പിച്ച ഉപദേശം, ത്യാഗം, ആക്ഷേപം എന്നൊക്കെ ഉള്ളതായ ശബ്ദങ്ങൾ പരിചിതമാണ് എന്നതുകൊണ്ട് നമ്മൾ അതുപോലെ തന്നെ ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ ലിംഗത്തെ സംബന്ധിച്ച് ചിന്തിക്കാതെ. വാസ്തവത്തിൽ അതിലെ സംസ്കൃതത്തിലുള്ള പ്രയോഗങ്ങൾ എങ്ങനെയാണ്? ഉപദേശഃ, ത്യാഗഃ, ആക്ഷേപഃ, നിക്ഷേപഃ, ആദേശഃ, സങ്കോചഃ, സ്പർശഃ, ഉത്സാഹഃ, സന്തോഷഃ, ഖേദഃ എന്നിങ്ങനെയാണ്. അപ്പോൾ എവിടെയൊക്കെയാണ് ഇത്തരത്തിലുള്ള പ്രമാദം സംഭവിക്കാൻ സാധ്യതയുള്ളത്? ഇതിനെക്കുറിച്ചുള്ള ഒരു അറിവാണ് ഇതിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു വിഷയം. ഇനി ലേഖനദോഷം. ലേഖനദോഷം എന്ന് പറയുമ്പോൾ ഇതും മലയാളത്തിൽ ധാരാളം ഉപയോഗിച്ചിട്ടുള്ള ശബ്ദങ്ങളാണ്. തത്വം, പാശ്ചാത്യ, മഹത്വം, ദാക്ഷിണാത്യ, പൗരസ്ത്യ എന്നീ പദങ്ങൾ എഴുതി നോക്കൂ. അവിടെ എല്ലാ സ്ഥലത്തും തകാരം ഒരെണ്ണം മാത്രമേ ഉള്ളൂ. കാരണം എന്താണ്? ഒരെണ്ണം മാത്രമുള്ളതാണ് മലയാളത്തിൽ പരിചിതം. പക്ഷേ ഇവിടെ തകാരം ഇരട്ടിക്കുന്നു. ദക്ഷിണ പശ്ചാത് പുരസസ്തെക് എന്നൊരു സൂത്രം ഉപയോഗിച്ച് തെക്ക് എന്ന് പറയുന്ന ഒരു പ്രത്യയം വരുമ്പോൾ ത് വീണ്ടും അതിലേക്ക് കയറി വരികയാണ്. അങ്ങനെ വരുമ്പോൾ ഇവിടെ എല്ലാ സ്ഥലത്തും മഹത്വം, ദാക്ഷിണാത്യ, പൗരസ്ത്യ എന്നുള്ള സ്ഥലത്തെല്ലാം തകാരം ഇരട്ടിക്കുന്നു. ഇത് സാധാരണ കുട്ടികൾ എഴുത്തിൽ വരുത്തുന്ന വലിയ ഒരു പിഴവാണ്. ഇതുപോലെ തന്നെ പിഴവ് വരുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ ഹരിം വന്ദേ. ഈ ഹരിം വന്ദേ എന്നുള്ളതിലെ മു ചില ആളുകൾ മകാരമായിട്ട് തന്നെ എഴുതുന്നു, ചില ആളുകൾ മുകളിൽ കുത്തിട്ട് അനുസ്വാരമായിട്ടും എഴുതുന്നു. ഇതിലേതാണ് ശരി? പലപ്പോഴും ഗവേഷണ വിദ്യാർത്ഥികൾ പോലും ധാരാളം തെറ്റുകൾ വരുത്തുന്നൊരിടമാണ്. ഈ തെറ്റൊഴിവാക്കാൻ ഒരൊറ്റ സൂത്രം ഓർത്താൽ മതി. മോനുസ്വാരഹ. ഈ മകാരം അനുസ്വാരമായി മാറും എന്ന് വെച്ചാൽ ഹരി എന്നുള്ളതിൻ്റെ മുകളിൽ കുത്ത് ആയിട്ട് വരും. എപ്പോൾ? ഹലി, ഹല്ല് വ്യഞ്ജനങ്ങൾ പരമാകുമ്പോൾ. അപ്പോൾ മകാരം അനുസ്വാരമാകുന്നു വ്യഞ്ജനങ്ങൾ പരമാകുമ്പോൾ. വ്യഞ്ജനത്തിന് പകരം അച്ച് അഥവാ സ്വരാക്ഷരങ്ങളാണെങ്കിൽ മു എന്ന രീതിയിൽ തന്നെ. ഇപ്പോൾ അഹം ഇച്ഛാമി എന്ന് പറയുന്ന സ്ഥലത്ത് അനുസ്വാരമായിട്ട് വരില്ല, ആയിട്ട് തന്നെ എഴുതും. ഈ ഒരു കാര്യം ഓർത്താൽ നമ്മുടെ എഴുത്തിൽ വരാൻ ഇരിക്കുന്ന ധാരാളം പിഴവുകളെ നമുക്ക് ഇല്ലാതാക്കാം. ലിംഗ വിചാരത്തെ സംബന്ധിച്ച് സംസ്കൃതത്തിൽ സ്ത്രീലിംഗം, പുല്ലിംഗം, നപുംസകലിംഗം ഇങ്ങനെ 3 തരത്തിലാണല്ലോ ലിംഗം. അവിടെയും ധാരാളം സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. ഉദാഹരണം: തിലകം, തിലകഃ, കിരീടം, കിരീടഃ, കണ്ടകഃ,
കണ്ടകം, ഫലകഃ ഫലകം. ഇതിലേതാണ് ശരി, ഏതാണ് തെറ്റ് എന്ന ഒരു സംശയം വരുമ്പോൾ അതിന് നിയമം പറയുന്നു. കിരീടം പുന്നപുംസകം, കിരീട ശബ്ദം പുല്ലിംഗത്തിലും നപുംസകലിംഗത്തിലുമാണ് എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗത്തിലില്ല. കണ്ടകോന സ്ത്രീയാം, കണ്ടക ശബ്ദം സ്ത്രീലിംഗത്തിലില്ല, അതായത് നപുംസകലിംഗത്തിലും പുല്ലിംഗത്തിലും. ഫലകോ അസ്ത്രീ, ഫലക ശബ്ദവും സ്ത്രീലിംഗത്തിലല്ല. നീടമസ്ത്രീയാം, നീട ശബ്ദവും ഇതുപോലെ തന്നെയാണ്. അപ്പൊ ഈ നിയമങ്ങൾ അറിഞ്ഞാൽ ഇങ്ങനെ രണ്ടു തരത്തിൽ പ്രയോഗമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. സാധാരണ കൂടുതൽ തെറ്റിക്കുന്ന മറ്റൊരു പദമാണ് വ്യക്തി എന്നൊരു ശബ്ദം. വ്യക്തി എന്നതും മലയാളത്തിൽ പ്രാദേശിക ഭാഷയിൽ നമ്മൾ ഉപയോഗിക്കുന്നു. അത് ആ വരുന്ന വ്യക്തി എൻ്റെ സുഹൃത്താണ് എന്ന സ്ഥലത്ത് നമ്മുടെ ബോധം വ്യക്തി എന്നത് പുല്ലിംഗമായിട്ടാണ്. അതുകൊണ്ട് സഹ വ്യക്തി എന്നും കശ്ചന വ്യക്തി എന്നും ധാരാളം എഴുതി പോവാറുണ്ട്. ഇവിടെ ഓർക്കേണ്ട ഒരു വിഷയം, വ്യക്തി ശബ്ദം സ്ത്രീലിംഗമാണ്. അങ്ങനെ വരുമ്പോൾ സാ വ്യക്തി, കാചന വ്യക്തി എന്ന രീതിയിലാണ് പ്രയോഗം വേണ്ടത്. ഇവിടെ സ്വാഭാവികമായിട്ടൊരു സംശയം, വരുന്ന ആള് സ്ത്രീയല്ലല്ലോ പുരുഷനാണല്ലോ എന്നാണെങ്കിൽ ശബ്ദശാസ്ത്രത്തിൽ, വ്യാകരണത്തിൽ ശബ്ദത്തിനാണ് പ്രാധാന്യം. ഭാര്യ എന്ന ശബ്ദം സ്ത്രീലിംഗമാണ് എന്ന് എല്ലാവർക്കും അറിയാം. അതേ ഭാര്യ എന്ന ശബ്ദത്തിനെ കുറിക്കുന്ന മറ്റൊരു ശബ്ദമാണ് കളത്രം, അത് നപുംസകലിംഗത്തിലാണ്. ഇതുപോലെ തന്നെ ധാരാഹ എന്ന ശബ്ദം ഭാര്യ എന്ന് തന്നെയാണ് അർത്ഥം, പക്ഷെ അത് നിത്യ ബഹുവചനമാണ്, പുല്ലിംഗമാണ്. ഇതുകൊണ്ട് ഈ ശബ്ദം പ്രയോഗിച്ചു എന്നതുകൊണ്ട് ഭാര്യ ഒരിക്കലും സ്ത്രീ അല്ലാതാവുന്നില്ല. പക്ഷേ ഈ ശബ്ദം ഇങ്ങനെയാണ്, അതിൻ്റെ പിന്നിൽ മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്, അത് നമ്മൾ വഴി പോലെ ചർച്ച ചെയ്യുന്നുണ്ട്. ഇതേപോലെ സംശയം വരുന്ന മറ്റൊരു ഇടമാണ് നാരികേലഹ, നാരികേലം, നാരംഗഃ, നാരംഗം, ആമലകഃ, ആമലകം, പനസഃ, പനസം. എന്താണ് ഈ ശബ്ദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം? രണ്ട് രീതിയിൽ ഉപയോഗിക്കാം എന്നതാണോ? അങ്ങനെയാണെങ്കിൽ അല്ല. അത് മനസ്സിലാക്കാൻ ഒരു നിയമം, വൃക്ഷാഹ പുംസി ഫലം നപുംസകേ എന്നതറിഞ്ഞാൽ മതി. വൃക്ഷങ്ങൾ പുല്ലിംഗത്തിലും അതിൻ്റെ ഫലം നപുംസകലിംഗത്തിലാണ് എന്ന നിയമം അറിഞ്ഞാൽ മതിയാകും. അങ്ങനെ വരുമ്പോൾ നാരികേലഹ എന്നുള്ളത് വൃക്ഷവും നാരികേലം എന്നുള്ളത് അതിലെ ഫലമായിട്ടുള്ള തേങ്ങ അല്ലെങ്കിൽ ഇളനീര്. ഇതുപോലെ ആമലകഃ എന്ന് പറഞ്ഞാൽ വൃക്ഷവും ആമലകം എന്നാൽ അതിൻ്റെ കായുമാകുന്നു. പനസഹ എന്നുള്ളത് പ്ലാവ്, പനസം എന്നുള്ളത് ചക്ക. ഇതാണ് പൊതുവായിട്ടുള്ള നിയമം. എല്ലാ പൊതുവായ നിയമങ്ങൾക്കും അപവാദമുണ്ട്. പൊതുവായ നിയമം എന്നുള്ളതിനെ സംസ്കൃതത്തിൽ ഉത്സർഗം എന്നാണ് പറയുന്നത്. ഉത്സർഗവും അപവാദം, ഈ രീതിയിലാണ് വ്യാകരണം മുന്നോട്ട് പോകുന്നത്. ഇതുപോലെ ഇവിടെയും ദ്രാക്ഷ, ഭല്ലാതകി, ഏല, കലായഹ തുടങ്ങിയതായ ഫലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവ നേരത്തെ പറഞ്ഞതുപോലെ നപുംസകത്തിലല്ല, അപവാദങ്ങളായിട്ടാണ്. ദ്രാക്ഷ, മുന്തിരിങ്ങ അത് സ്ത്രീലിംഗത്തിലാണ്. അപ്പൊ ഇങ്ങനെയുള്ള അപവാദങ്ങളും ഉണ്ട്. ഇപ്രകാരം വളരെ പ്രസിദ്ധമായ, ഏവരും അറിഞ്ഞിരിക്കേണ്ട ഇത്തരത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു പംക്തിയാണ് വ്യവഹാര കൗമുദി എന്ന പേരിൽ തുടങ്ങുന്നത്. ഇതിൽ പ്രധാനമായും ശുദ്ധി കൗമുദി, വിദ്വാൻ ജനാർദ്ദന ഹെഗഡെ എഴുതിയ ശുദ്ധി കൗമുദി എന്ന ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിലും മഹാബലേശ്വര ഭട്ട് എഴുതിയിട്ടുള്ള സന്ധി, സമാസം, കാരകം എന്നീ കൃതികളുടെയും ഭീമസേന ശാസ്ത്രി എന്ന ഒരു ആചാര്യൻ എഴുതിയ ലഘുസിദ്ധാന്ത കൗമുദി എന്നതിൻ്റെയും
പിന്നീട് സംസ്കൃത സംസ്ഥാൻ, ONGC, സംസ്കൃത ഭാരതി തുടങ്ങിയ പ്രസ്ഥാനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള വ്യാകരണ സംബന്ധമായ ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓരോ വിഷയവും അവതരിപ്പിച്ച് അതിലെ സംശയം നിവാരണം ചെയ്യുന്ന രീതിയിലുള്ള ഒരു പങ്ക്തിയാണ്. ഈ പരിപാടിയിലേക്ക് എല്ലാവർക്കും നമസ്കാരം. ഓർക്കുക, ഇത് കൗമുദിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. കൗമുദി എന്നാൽ ചന്ദ്രൻ. ചന്ദ്രനെ കാണാൻ എല്ലാവർക്കും വളരെ സന്തോഷമാണ്. വലിയ ശാസ്ത്രത്തെ, കോംപ്ലിക്കേഷനുള്ളതായൊരു ശാസ്ത്രത്തെ ചന്ദ്രികയെ കാണുന്നത് പോലെ ഹൃദ്യമായി ഈ ശാസ്ത്രത്തെ കാണിച്ചു തരുന്നൊരു കൃതിയായതുകൊണ്ടാണ് കൗമുദി എന്ന്, വ്യാകരണ സിദ്ധാന്ത കൗമുദി എന്ന് പേര് വന്നത്. അപ്പോൾ വ്യാകരണ സിദ്ധാന്തങ്ങളെ ചന്ദ്രികയെപ്പോലെ കാണിച്ചു തരുന്നത് ആയതുകൊണ്ടാണ് അതിന് അങ്ങനെ ഒരു പേര് വരാൻ കാരണം. ഈ കൗമുദി പഠിച്ചാൽ മഹാഭാഷ്യം പിന്നെ പഠിക്കേണ്ടെന്നൊരു ചൊല്ലുണ്ട്. കൗമുദി യതി കണ്ഠസ്ഥ വൃഥാ ഭാഷ്യേ പരിശ്രമ എന്നാണ്. കൗമുദി പഠിച്ച ആളുകൾക്ക് പിന്നെ ഭാഷ്യത്തിൽ പരിശ്രമം ചെയ്യേണ്ട കാര്യമില്ല. ഇനി കൗമുദി യദ്യ അകണ്ഠസ്ഥ, കൗമുദി പഠിക്കാത്ത ആളാണെങ്കിൽ വൃഥാ ഭാഷ്യേ പരിശ്രമ, അയാളും ഭാഷ്യത്തിൽ പരിശ്രമം ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഒന്നും മനസ്സിലാവില്ല എന്ന് സാരം. അപ്പോൾ വ്യാകരണ തത്വങ്ങളുടെ അടിസ്ഥാനമായിട്ടുള്ള വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന കൗമുദിയെ, ആ കൗമുദിയുടെ തന്നെ സംക്ഷേപമായ ലഘുസിദ്ധാന്ത കൗമുദിയുടെയും ശുദ്ധി കൗമുദിയുടെയും അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഈ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. അതിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം.